ഹായ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഐഡിയയോ വിൽപ്പന നടത്തുന്ന ആളാണ് എങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ 6 കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് കിട്ടേണ്ടതോ ആണ്. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹായ്, ഞാൻ KM കൊണ്ടോട്ടി, ഒരു പ്രൊഫഷണൽ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്, അതോടൊപ്പം ഒരു ഓൺട്രപ്രണറുമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമർക്ക് കിട്ടേണ്ട 6 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തതും വളരെ പ്രധാനപ്പെട്ടതും ഫ്രണ്ട്ലിനെസ് ആണ്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെയുള്ള, സൗഹാർദ്ദത്തോടെയുള്ള ഒരു ഇടപെടലാണ് ഏതൊരു കസ്റ്റമറും നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നത്. ആ കസ്റ്റമർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും പുഞ്ചിരിച്ചുകൊണ്ടും ആ കസ്റ്റമറുമായി നിങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും അതിലൂടെ ആ കസ്റ്റമർ നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും മാത്രമല്ല അവരിലൂടെ തന്നെ മറ്റ് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഈ കസ്റ്റമർ നിങ്ങളുടെ ഒരു ലോങ് ലാസ്റ്റിംഗ് കസ്റ്റമറായിട്ട് നിലനിൽക്കുകയും ചെയ്യും. രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഐഡിയയോ വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമർ, ആ കസ്റ്റമറുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ അവരുമായി എംപതൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. എന്ത് പ്രൊഡക്റ്റ് നിങ്ങളെടുത്ത് വാങ്ങാൻ വന്നാലും ആ കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നും എന്താണ് അവർക്ക് വേണ്ടത് എന്നും എന്താണ് അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം, അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആ കസ്റ്റമർക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് നൽകാൻ, നിങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ, നിങ്ങളുടെ ഐഡിയ നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ട് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ കസ്റ്റമറെ തിരിച്ചറിഞ്ഞ് അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. മൂന്നാമത്തേത് ഫെയർനെസ് ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിൽപ്പനയിൽ ആജീവനാന്തം ഉടനീളം ഫെയർനെസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ സത്യസന്ധത വേണം, വിശ്വാസ്യത വേണം. എല്ലാവർക്കും ഒരേ തലത്തിൽ നല്ല സർവീസ്, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഒരാൾക്ക് വളരെ നല്ല സർവീസ് കിട്ടിയെന്നും എനിക്ക് അവിടെ ചെന്നപ്പോൾ വളരെ മോശപ്പെട്ട സർവീസാണ് കിട്ടിയത് എന്നും ഒരു കസ്റ്റമർക്കും തോന്നാൻ പാടില്ല. അതിൽ സർവീസ് കൊടുക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കണം. പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിക്കണം. പ്രത്യേകിച്ചും വാറണ്ടി, അതുപോലെ സൈറ്റ് സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി നിങ്ങൾ പറയുന്നത് ഒബേ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങളത് പറയാൻ പാടുള്ളൂ. ഈ രീതിയിൽ ഒരു ഫെയർനെസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ആ കസ്റ്റമർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അടുത്തത്, നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കൺട്രോളാണ്. എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ സെയിൽസ് പ്രോസസ്സിൽ നിങ്ങൾക്ക് കൃത്യമായൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ നൽകുന്നത് പ്രൊഡക്റ്റോ സർവീസോ ഐഡിയയോ ആകാം, പക്ഷേ നിങ്ങൾ നൽകുന്ന സാധനം ഏതാണെങ്കിലും അതിന് ക്വാളിറ്റി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നിങ്ങളുടെ സർവീസിലും നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം. ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായി സമയബന്ധിതമായി കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയും അത് ഒബേ ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ മോണിറ്ററിങ് നിർബന്ധമാണ്. ആ മോണിറ്ററിങ്ങിൽ നിങ്ങൾ കണ്ടെത്തുന്ന പോരായ്മകളെല്ലാം കൃത്യമായി വിലയിരുത്തി അത് റെക്ടിഫൈ ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യാൻ കൃത്യമായൊരു കൺട്രോളിങ് കൂടി നിങ്ങളുടെ അടുത്തുണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അടുത്തത് ഓപ്ഷൻസ് ആൻഡ് ആൾട്ടർനേറ്റീവ്സ് ആണ്. ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങാൻ വന്നാൽ അതേ സാധനം മാത്രമല്ല, അതിൻ്റെ മറ്റ് ആൾട്ടർനേറ്റീവ്സും കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന വ്യത്യസ്ത ഓപ്ഷൻസും നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്. വ്യത്യസ്ത പ്രോഡക്റ്റുകൾ അവർക്ക് എടുത്തിട്ട് കാണിച്ചു കൊടുക്കാനും വ്യത്യസ്ത ഐഡിയകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും. നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്ന ആളാണ് എങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ആളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് വ്യത്യസ്ത ഐഡിയാസുകൾ നൽകാൻ നിങ്ങൾക്ക് കഴിയണം.
അതുപോലെ സർവീസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്ത രീതിയിലുള്ള സർവീസുകളും സമയബന്ധിതമായും അതിൻ്റെ ഗുണനിലവാരത്തിലുമൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ വിലയിലുമെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് വേണം, അതോടൊപ്പം ആൾട്ടർനേറ്റീവ്സ് വേണം. ഇങ്ങനെ ഉണ്ട് എങ്കിൽ ആ കസ്റ്റമർ തീർച്ചയായിട്ടും നിങ്ങളടുത്ത് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അവസാനത്തേതും ആറാമത്തേതും ഇൻഫർമേഷൻസ് ആണ്. നിങ്ങൾ നൽകുന്നത് പ്രോഡക്റ്റോ സർവീസോ ഐഡിയയോ ആണെങ്കിലും നിങ്ങൾ നൽകുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ സെയിൽസ് പേഴ്സൺസിനുണ്ടായിരിക്കണം. കസ്റ്റമർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി സമയബന്ധിതമായി ഇൻസ്റ്റൻ്റായി മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയണം. അവരാഗ്രഹിക്കുന്ന ഇൻഫർമേഷൻസ് അവർ നിങ്ങളിൽ നിന്ന് കൃത്യമായി കിട്ടിയെന്ന് അവർക്ക് തോന്നണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൽകുന്ന പ്രോഡക്റ്റ് എന്തുമാകട്ടെ, നിങ്ങളുടെ ബിസിനസ് ഏത് തരത്തിലുള്ളതുമാകട്ടെ, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കും നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെയിൽസ് പേഴ്സൺസിനും അതുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളത് കൃത്യമായ സമയബന്ധിതമായ ട്രെയിനിങ്ങിലൂടെ അതവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് മറുപടി നൽകാനും കൃത്യമായ ഇൻഫർമേഷൻ നൽകാനും നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ കൃത്യമായ ഇൻഫർമേഷൻ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ലഭിക്കുമ്പോൾ അവർ നിങ്ങളെ വിട്ടു പോകില്ല. തിരിച്ചറിയുക, ഞാൻ പറഞ്ഞ ഈ 6 കാര്യങ്ങളും ഏതൊരു ബിസിനസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ബിസിനസ്സിൽ നടപ്പിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഞങ്ങളുടെ എന്തെങ്കിലും സഹായമോ ട്രെയിനിങ്ങോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.